ഏത്തക്കായ വട്ടത്തിൽ അരിഞ്ഞ് ആണ് ഉണ്ടാക്കുക. അതിനുവേണ്ടി ഞാൻ 3 ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. ശരിക്ക് 2 എടുത്താൽ മതി മുഴുത്തതാണെങ്കിൽ. ഇത് ചെറുതായതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. ചതച്ചിടാൻ വേണ്ടി 1 മുറി തേങ്ങ. 1 മുറി തേങ്ങ എന്ന് പറഞ്ഞാൽ 1 തേങ്ങയുടെ പകുതി. 2 പച്ചമുളക്, ചെറിയ ഉള്ളിയോ വെളുത്തുള്ളിയോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. ഞാനിപ്പോൾ വെളുത്തുള്ളി 4 എടുത്തിരിക്കുന്നുണ്ട്. കറിവേപ്പില ഒരു 2 ഇതൾ ഇടുന്നതിന് വേണ്ടിയിട്ടും കുറച്ചുകൂടി എടുക്കണം. വറ്റൽമുളക് ഒരു 4-5 നടുകെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ്, ക്രഷ്ഡ് ഉഴുന്ന് പരിപ്പാണ് അത് 1 ടേബിൾ സ്പൂൺ. കടുക് വറുക്കുന്നതിന് വേണ്ടി ഇത്ര സാധനമാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ ചേർക്കണം. വെളിച്ചെണ്ണ, ഉപ്പ് ഇതും ആവശ്യത്തിന്. ഇത്രയും സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. കായയുടെ ഈ ഭാഗം ഇതുപോലെ കളയണം. തോല് മുഴുവനും കളയണ്ട ആവശ്യമില്ല. ഇതുപോലെയാണ് മുറിക്കേണ്ടത്. അതിനുശേഷം എല്ലാം റൗണ്ടായിട്ട് മുറിക്കണം. ഇതുപോലെ വട്ടത്തിൽ. അധികം കട്ടിയാവാൻ പാടില്ല, അധികം നേരാനും പാടില്ല. ഇതാ ഈ പാകത്തിന് ഇങ്ങനെ എല്ലാ കായും റൗണ്ടായിട്ട് മുറിച്ചിടണം. തോലോട് കൂടിയാണ് വെക്കുന്നത്. തോല് കളയേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ മുറിക്കണം. ഇങ്ങനെ മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ കായ ഉരുളിയിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം. ഇത് നഗക്കെയാണ് ഒഴിക്കേണ്ടത്. ഇതുപോലെ. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം. 5 മിനിറ്റായി. ഇതിലെ വെള്ളമെല്ലാം വറ്റി. ഞാൻ ഇതിൻ്റെ മൂടി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഞാൻ ചതച്ച് വെച്ചതാണ്. പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം കൂട്ടിയിട്ട് അപ്പോൾ അത് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കിയിട്ട് വറുത്തിടാം. അടിക്ക് പിടിക്കാതെ നോക്കണം. ഞാനിത് തീ ഓഫാക്കുവാണ്. ഇനി നമുക്ക് കടുകും കരിവേപ്പിലയും മുളകും എല്ലാം കൂടി ചേർത്ത് വറുത്തിടാം. കുറച്ച് കറിവേപ്പില ഇതിനകത്ത് തൂവിക്കൊടുക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ഇപ്പം ചൂടായി. ഇനി ഇതിലേക്ക് ഞാൻ കടുകിടാൻ പോവാണ്. ഈ കായ് വട്ടത്തിൽ അരിഞ്ഞ് ഉണ്ടാക്കുന്നത് ആരും അധികം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക്
ഊണ് കഴിക്കുമ്പം അല്ല വെറുതെ തിന്നാൻ പറ്റും. ഒരു പ്ലേറ്റിലെടുത്തിട്ടിട്ട് വെറുതെ തിന്നുകൊണ്ടിരിക്കാം. ഭയങ്കര രസമായിരിക്കും തിന്നാൻ. ഇപ്പം കടുക് പൊട്ടി. നമുക്ക് ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ക്രഷ്ഡ് ഉഴുന്ന് പരിപ്പാണ്. മുഴുവനായി ചേർത്താൽ കുഴപ്പമില്ല, പക്ഷെ അത് കഴിക്കുമ്പോൾ കടിക്കും, അതുകൊണ്ടാണ്. ഒന്ന് എണ്ണ ഇത്ര ചേർക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്താൽ മതി. ഇപ്പം ഞാൻ ടേസ്റ്റിന് വേണ്ടി ചേർത്തതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയിലും ചേർത്താൽ മതി. ഇപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഉഴുന്ന് പരിപ്പ് ഒരു ബ്രൗൺ കളറാവണം. അപ്പോൾ നമുക്കതിലേക്ക് മുളകും കറിവേപ്പിലയും ചേർക്കാം. ഞാനിപ്പോൾ കറിവേപ്പിലയും മുളകും എല്ലാം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മുളകെല്ലായി. ഇനി നമുക്കിതിനെ ഈ കറിയിൽ ചേർക്കാം. അങ്ങനെ അമ്മയുടെ സ്പെഷ്യൽ കായ്വട്ടൻ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം.